ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറികളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ 1 കപ്പ് മൈദാമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ മുട്ടയും കൂടി ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് ചെയ്ത മാവിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച പാലിൻ്റെ കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് പൊങ്ങി വരത്തുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുക്കറിൽ 3-4 വിസിൽ അടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് പിച്ചിച്ചീന്തി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാള അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഏകദേശം വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിച്ചിച്ചീന്തി വെച്ച ചിക്കനില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1-2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ ഡബിളായി കിട്ടിയിട്ടുണ്ട്. ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റോള് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും തണുത്തു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, നമുക്ക് റോളിന് വേണ്ടിയിട്ട് മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവെടുത്ത് ഉരുളകളാക്കുകയാണ്. ഇത് ഏകദേശം ഒരു ചെറിയ നാരങ്ങയും കാട്ടി കുറച്ചുകൂടി വലിപ്പമുള്ള ബോളുകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പോയാൽ മതി. നന്നായിട്ട് ഇത് വലിഞ്ഞു വന്നോളും.
അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1-2 സ്പൂൺ വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുള എത്രയാണോ അതിനനുസരിച്ച് ഫില്ലിങ് വയ്ക്കുക. അധികം വയ്ക്കാൻ നിൽക്കേണ്ട, കാരണം ഇത് പൊട്ടിപ്പോയാൽ നമ്മുടെ എണ്ണയിലൊക്കെ വീണ് ആകെ നാശമാവും. അപ്പോൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഓട്സിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയുടെ കൂട്ടിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതുപോലെ ഈ ഓട്സിൻ്റെ കൂട്ടിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓട്സിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ബ്രെഡിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ റവ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം എണ്ണ വേണം ഇതിന്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ ഇതിന് പുറമേ കൊണ്ട് പെട്ടെന്ന് കരിയുന്നതായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. ഇനി കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒന്നിച്ചിട്ട് വറുക്കാൻ ശ്രമിക്കരുത് കേട്ടോ, കാരണം ഇത് കുറച്ചും കൂടി ബൾജായി കിട്ടും. നമ്മുടെ എണ്ണയിലിടുമ്പോൾ കുറച്ചും കൂടി ഇത് വീർത്ത് വരും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഈ ചിക്കൻ റോൾ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.